ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ബാലൻ ആകാശ് ബാലയും ജഗന്നാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഫസ്റ്റ് പടം വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട്. ബാല 01 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഷെരീഫ് എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും വിവേക് മെർവിനാണ് മ്യൂസിക് ചെയ്യുന്നത്. പോസ്റ്റർ സ്ക്രീൻ കാണിക്കാം. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. USA, കാനഡയിൽ, അയർലൻഡിൽ, UK എന്തായാലും അതിൻ്റെ ബുക്ക് ചെയ്യാനുള്ള രീതി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഈ പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവുന്നതിനായിട്ട് മുന്നേ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിലായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ട്രെയിലർ വന്നിരുന്നു. നല്ല ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും 100 മണിക്കൂറായിട്ടും ട്രെൻഡിങ് 1 തന്നെയാണ് ഇപ്പോൾ ഈ ട്രെയിലർ എടുക്കുന്നത്. പിന്നെ പടത്തിന്റെ തമിഴ്നാട് തിയേറ്ററിൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സിനിമാക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മന്ദാതി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും സൂര്യയാണ് ഇതിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. സൂര്യയുടെ അടുത്തോടെ അനൗൺസ് ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ടാണിത്. എന്തായാലും ജി പ്രകാശാണ് മ്യൂസിക് ചെയ്യുന്നത്. മതിമാരൻ പുകഴേന്തി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ പടത്തിലത്തെ കാസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അച്യുത് കുമാർ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ സച്ചന നമിദാസ് ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ സുഹാസ് ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ മഹിമ നമ്പ്യാർ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ സത്യരാജ് ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര വിജയ് ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ അതിഥി എന്ന് പറഞ്ഞിട്ടുള്ള മൈശോഭന്റെ പടം റീ റിലീസിന് വരികയാണ് മെയ് 31. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നു. അതേമാതിരി മെയ് 30 കലേജൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം റീ റിലീസിന് വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജലൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞ പടത്തിലത്തെ മിന്നൽ വേല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 2 മില്യൺ+ വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പാട്ട് നല്ല പാട്ടായിട്ടാണ് ഞാൻ തോന്നിയത്. പിന്നെ സുമ എന്ന് പറഞ്ഞ പടത്തിലത്തെ സുമോസ് ട്രിബ്യൂട്ട് സോങ് എന്നുള്ള രീതിയിൽ ഒരു പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വീരൻ എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടം മെയ് 1 റീ റിലീസ് ചെയ്യാൻ പോവാണ്. പിന്നെ സൂര്യപാട്ടം എന്ന് പറഞ്ഞ പടത്തിന്റെ 7 days to go പോസ്റ്റർ വന്നു. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരും എന്ന് പറഞ്ഞു. അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മിറ്റ എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലൂടെ ഏപ്രിൽ 18 സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നാലും സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ സരംഗപ്പനി ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 3 മില്യൺ+ വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തുടരും എന്ന് പറഞ്ഞ പടത്തിന്റെ നോർത്തേൺ അയർലൻഡ് തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതേമാതിരി UK തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നമ്മൾ ടീച്ചറായിട്ട് കണ്ടതാണ് ഈ ഷോട്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ പടം വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിൽ ഷെയർ നേടിയിട്ടുള്ള 115 കോടിയാണെന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും ഇതിന് മുന്നേ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു മുന്നിലുണ്ടായിരുന്ന 86 കോടിയായിട്ട് അതിനെ കടത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ കമൽഹാസന്റെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പാട്ട് ജിങ്കിച്ചാന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ ലോഞ്ച് നടന്നിരുന്നു. അപ്പോൾ അതിന് കമൽഹാസന്റെ ഫോട്ടോയും STRന്റെ ഫോട്ടോയും തൃശയുടെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേമാതിരി AR റഹ്മാൻ, അഥർവ, മണിരത്നം ഇവരെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവർ ഇതിനും പോകണമെങ്കിൽ മുന്നേ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കമൽഹാസനും STR കൂടിയിട്ടുണ്ടാവും കാണിക്കാം. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാഴ്ച കൊണ്ട് 84.76 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ മരണമാസം എന്ന് പറഞ്ഞിട്ടുള്ള 8.27 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ 8 ദിവസം കൊണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ 12.04 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. ഇത് 8 ദിവസം കൊണ്ട് തന്നെയാണ്. പിന്നെ ആലപ്പുഴ ജുംഖാന എന്ന് പറഞ്ഞിട്ടുള്ള 23.20 കോടിയാണ് നേടിയിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇതും 8 ദിവസത്തെ കണക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ആലപ്പുഴ ജുംഖാന എന്ന് പറഞ്ഞ തെലുങ്കിൽ റിലീസ് ആകാൻ പോവാണ് ഏപ്രിൽ 25 അപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ 7 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ 3.83 കോടിയാണ് നേടിയിട്ടുള്ളത്. എന്തായാലും ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് 200 കോടിയുടെ മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ചിയാൻ വിക്രമിന്റെ നല്ല അഭിപ്രായം കിട്ടിയിട്ട് നല്ല രീതിക്ക് ഓടിയൊരു പടമാണ് വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം. S അരുൺകുമാർ എടുത്ത പടമാണ്. എന്തായാലും ഈ പടത്തിന്റെ OTT റിലീസ് അറിയിച്ചിരിക്കുകയാണ് ആമസോൺ പ്രൈമിലൂടെ ഏപ്രിൽ 24 വരുന്നുള്ളത്. എന്തായാലും തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഈ 5 ഭാഷകളിലായിരിക്കും പടം പുറത്തിറങ്ങുക. പിന്നെ സൂര്യ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ആൻഡ് ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു ഇന്നലെ നെഹ്റു സ്റ്റേഡിയത്തിൽ 5 മണി മുതൽ. എന്തായാലും അതിന് സൂര്യ വന്നിട്ടുണ്ടായിരുന്നു, പൂജാഗ്ഡ് വന്നിട്ടുണ്ടായിരുന്നു, ജോർജ് വന്നിട്ടുണ്ടായിരുന്നു, സ്വാസിക വന്നിട്ടുണ്ടായിരുന്നു, നാസർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സന്തോഷ് നാരായണൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കാർത്തിക് സുബരാജ് ഇവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇതിന്റെ ജോക്ക് ബോക്സ് പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ മൊത്തം 6 പാട്ടാണുള്ളത്. ഒന്ന് ലവ് ഡിറ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് ശ്രീഹാസന ഈ പടത്തിൽ ഒരു പാട്ടിലുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ്. അത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എതിർക്കാക മറുപടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്, അത് അത്യാവശ്യം നല്ല പാട്ടായിട്ട് തോന്നി. പിന്നെ ധവൺ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതും കുഴപ്പമില്ലാത്ത രീതിയിലാണെന്ന് തോന്നി. ഇതിന്റെ ലിറിക്കൽ വീഡിയോ ഓൾറെഡി മുന്നേ ഇറക്കിയതാണ് 3rd സിംഗിൾ ആയിട്ട്. പിന്നെ കണ്ണാടി പോകുക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ ആയിട്ട് അവർ ഇറക്കിയ പാട്ടാണ്. അതും കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലൂസ് യുവർ ഫേക്കിംഗ് മൈൻഡ് എന്നാണ് ഉദ്ദേശം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് മിക്കവാറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് വരുന്നതായിരിക്കും. അത് നന്നായിട്ട് തോന്നി. പിന്നെ കണിവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് 2nd സിംഗിൾ ആയിട്ട് പുറത്തിട്ടാണ്. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുള്ള പാട്ടാണ്. ഇങ്ങനെ 6 പാട്ടാണ് ഇവരിപ്പോൾ ജൂക്ക് ബോക്സിലൂടെ പുറത്തിറക്കിയിട്ടുള്ളത്. പക്ഷേ ഇനി 6 ട്രാക്ക് കൂടിയും പടത്തിൽ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ ഇനി വരാൻ പോകണമെന്നുള്ളത്. എന്തായാലും പടത്തിന്റെ ട്രെയിലർ ഇന്നലെ 7 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും 7 മണിക്ക് വന്നിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഈ 3 ഭാഷയിലുള്ള ട്രെയിലറാണ് പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ട്രെയിലർ ഗംഭീര ട്രെയിലറായിട്ട് ഞാൻ തോന്നിയത്. അൽഫോൺസ് പുത്രനാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായമാണ്. ഈ ട്രെയിലർ രസമുണ്ടെങ്കിലും വേറൊരാൾ കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സെറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലേക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നുള്ള അറിയത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. എന്തായാലും ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ സൂര്യയുടെ ഈ ഒരു പോസ് റെട്രോയുള്ള പോസ് തന്നെയാണ്. ഈ പോസ് ആള് ലോഞ്ചിന്റെ ഇടക്ക് അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തലവതി വിജയുടെ ജനനായകൻ എന്ന പടത്തിൽ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അവർ കൺഫേം ചെയ്ത കാര്യമാണ്. എന്തായാലും അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഹനുമാൻ കൈൻഡിന്റെ ഒരു പാട്ടുണ്ടാവും എന്നുള്ള ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗംഭീരാവും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.